കേരളക്കരയാകെ ഒത്തൊരുമിച്ച് ഓണം ആഘോഷിക്കുകയാണ്. കണ്ണൂരിലെ ഓണവിശേഷങ്ങളുമായി ശ്രീനിവാസ് ചേരുന്നു. ശ്രീനിവാസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. തെക്ക് നിന്ന് വടക്കോട്ടെത്തുമ്പോൾ ഓണത്തിനും അതിന്റേതായ വ്യത്യാസങ്ങളുണ്ടല്ലോ. അല്പം വടക്കൻ മലബാർ ഭാഷയിൽ തന്നെയാകാം സംഭാഷണം എന്ന് കരുതുന്നു. അവിടെ എന്തൊക്കെയുണ്ട് അപ്പൊ വിശേഷം? ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടേക്ക് രാവിലെ നല്ല വെയിലായിരുന്നു. അപ്പൊ ഇപ്പം കുറച്ച് ചെറിയ കാർമേഘങ്ങളൊക്കെ മാറിയിട്ട് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പയ്യന്നൂരുകാരനാണ്. പക്ഷെ ഒരു 10-30 വർഷമായിട്ട് മലയോര മേഖലയായ ആലക്കോടാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ നാട് ശരിക്കും തനി മലബാർ ഭാഷയിലേക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിൽ പോലും ഇടകാലം നമുക്ക് സംസാരിച്ച് പോകാം അല്ലെ? അതിലാ. തീർച്ചയായും. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നറിയാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒപ്പം വിഭവങ്ങൾ വ്യത്യസ്തമാണെന്ന് കേട്ടിട്ടുണ്ട് മലബാറിലെ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ഇപ്പൊ സാധാരണ നമ്മുടെ മലബാറിലെ ഒരു പ്രത്യേകത, രാവിലെ ഓണത്തിനൊക്കെ രാവിലെ അമ്മമാരൊക്കെ വീട്ടിൽ അടുക്കളയിലേക്ക് അങ്ങോട്ട് വീഴും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യുവാക്കളും യുവതികളും കുട്ടികളൊക്കെ നേരെ അമ്പലത്തിലേക്കാണ് പോവുക. അപ്പൊ ഈ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ഓളം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്ക് അപ്പോഴേക്ക് അമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളൊരു ഓണാഘോഷം ഉണ്ടാകാം. അപ്പൊ രാവിലെ തലേദിവസം ഇതിലൊക്കെ വന്നിട്ട് എല്ലാവരും പൂക്കളൊക്കെ മേടിച്ച് രാവിലെ മുതൽ തന്നെ അരിഞ്ഞു വെച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടാണ് പോവുക. അപ്പൊ അത് മാത്രമല്ല, ഈ മലബാറിന്റെ ഓണം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ നമ്മുടെ കാക്കപ്പൂക്കള്, കൃഷ്ണപ്പൂക്കള്, അത് ഈ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് ഹനുമാൻ ഗിരീടം എന്നൊക്കെ പറയുന്ന മലബാർ ഭാഷയിൽ പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ ആണ് നമ്മൾ പൂക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് കുറെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്ന പൂക്കളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ശരിക്കും നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള കാക്കപ്പൂക്കളും കൃഷ്ണപ്പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഓണപ്പൂക്കളമൊക്കെ ഒരുക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളിപ്പം സാധാരണഗതിയിൽ ഈ അത്തം പത്തോണം എന്നൊക്കെയാണ് നമ്മുടെ മൊത്തത്തിൽ പറയാറ്. അപ്പൊ പക്ഷേ ഈ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഓണം കഴിഞ്ഞാലും ഈ ചിങ്ങമാസം കഴിയുന്നവരെ എല്ലാവരും പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ രാവിലെ എന്റെ ചേച്ചിയുടെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പൊ ഞാൻ നേരത്തെ വിഷ്വൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും സാധാരണ നമ്മുടെ ഓണസദ്യത്തിൽ വ്യത്യസ്തമായിട്ട് ഈ മലബാറിലെ ഒരു പ്രത്യേകത, ഈ നമ്മുടെ ചിക്കൻ ഇല്ലാതെ എന്റെ ഓണം എന്നൊക്കെ പറയാറുണ്ട്. ചിക്കൻ ഉണ്ടാകും കേട്ടോ. ഈ മലബാറിലാണ്. അത് ശരിക്കും പയ്യന്നൂര്, കണ്ണൂർ ഭാഗത്തൊക്കെ ചിക്കൻ കറി പ്രധാനമാണ്. പക്ഷെ ഞാനിപ്പോ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇത് തിരുവിതാംകൂർ കൾച്ചറാണ്. ഈ ആലക്കോട് ഉൾപ്പെടെയുള്ള മലയോര മേഖല എന്ന് പറയുന്നത് തിരുവിതാംകൂർ കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഈ നല്ല പരിപ്പ്, പപ്പടം, നെയ്യ് അതൊക്കെ കൂട്ടി കുഴച്ചിട്ട് അത് കഴിക്കുമ്പോഴാണ് പിന്നെ സാമ്പാറും കാളനൊക്കെ വരിക അതിന് പുറകെ. അപ്പൊ അങ്ങനെ 2 തരത്തിലുള്ള 2-3 തരത്തിലുള്ള ഓണൊക്കെയാണ് ഈ മലബാർ മേഖലയിൽ, ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ ഓണസദ്യയൊക്കെ ഒരുക്കുക വിഭവങ്ങൾ. അപ്പൊ അത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചർ കൂടിയാണ് ഈ കണ്ണൂരിൽ. ഈ തിരുവിതാംകൂർ കൾച്ചർ കുടിയേറ്റ മേഖലയൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭാഗം അങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. അല്ലാതെ മലബാറിലെ ആളുകൾ വേറെ തരത്തിൽ ആഘോഷിക്കുന്നുണ്ട്. അതിലാ. എങ്ങനെയുണ്ട് അവിടേക്ക് ഓണൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നന്നായിരിക്കുന്നു. രസകരമായ വിശേഷങ്ങളാണ് ഇപ്പൊ കേൾക്കാൻ സാധിച്ചത്. ഒപ്പം അവിടുത്തെ പുണ്യസ്ഥലങ്ങളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതും കൂടി പങ്കുവയ്ക്കാൻ അതുകൂടി പറയാം. അതിപ്പം ഞാൻ രാവിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ തന്നെ വിളിച്ചിരുന്നു. അത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ ഇന്ന് അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചപ്പോ അവരൊക്കെ ഇന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അവിടെ ഈ ഓണസദ്യ, വളരെ വിഭവസമൃദ്ധമായ ഓണസദ്യ അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പൊ അതിന് കഴിക്കാൻ വേണ്ടി കുറെ കൂട്ടുകാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ ഇതെന്റെ മോളാണ്. മോനെ എന്നോടൊപ്പം എടുത്ത് കാണിക്കാതെ ഞങ്ങൾ ഒരു ഡ്രസ് കോഡില്ല. മോനിങ്ങോട്ട് വന്ന് ഒരു ഡ്രസ് കോഡിലാണ്. ഇത് മോനാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരേ ഡ്രസ് കോഡിലൊക്കെ ഇതുപോലെ തന്നെ കുറെ ആളുകൾ നമ്മുടെ ഡ്രസ് കോഡുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. എന്നാലും ഹാപ്പി ഓണം തന്നെയാണ്. ഇടപെടുകയാണ് ശ്രീനെ. കുട്ടികൾക്കും ഓണാശംസകൾ നേരുന്നു, ഒപ്പം കുടുംബാംഗങ്ങൾക്കും നേരുന്നു. വിവരങ്ങൾ നൽകിയതിന് നന്ദി.